യേശുക്രിസ്തുവിന്റെ സുവിശേഷം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും ഒടുവിൽ ക്രൂരമായ പീഡനങ്ങളെ ഏറ്റുവാങ്ങി രക്തസാക്ഷിയാവുകയും ചെയ്ത അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലേക്ക് നടത്തുന്ന ചരിത്ര അന്വേഷണത്തിന്റെ രണ്ടാമത്തെ ഭാഗമാണിത്. ഒന്നാം ഭാഗത്തിൽ പത്രോസും തോമാസ് ലീഹയും അടക്കം 7 അപ്പോസ്തലന്മാരുടെ ജീവിതവും അവരുടെ കല്ലറകൾക്കുള്ളിലെ പുരാവസ്തു തെളിവുകളും നമ്മൾ കണ്ടു. ആ വീഡിയോ കാണാത്തവർ ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്, അത് തീർച്ചയായും കാണുക. ഈ രണ്ടാം ഭാഗത്തിൽ ബാക്കിയുള്ള അപ്പോസ്തലന്മാരായ മത്തായി, ചെറിയ യാക്കോബ്, യൂദാ തദ്ദായി, ശീമോൻ, മത്തിയാസ്, ബർണബാസ്, പൗലോസ് ലീഹ എന്നിവരുടെ ജീവിതവും യൂദാസ് കറിയോത്തയുടെ മരണവും ഇവരുമായി ബന്ധപ്പെട്ട പുരാവസ്തു തെളിവുകളുമാണ് നമ്മൾ ആഴത്തിൽ പരിശോധിക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുക. വെൽക്കം ടു യേശു നല്ലയുടെ ഹിസ്റ്ററി ഓഫ് ബൈബിൾ. ഇതിന്റെ പാർട്ട് 1 നിങ്ങൾ തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അതുപോലെ തന്നെ ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. നമ്മൾ ഇന്ന് ആദ്യം പരിശോധിക്കുന്നത് മത്തായി അപ്പോസ്തലന്റെ ജീവിതമാണ്. കഫർനാമിലെ ചുങ്കസ്ഥലത്ത് നികുതി പിരിവുകാരനായിരുന്നു ലേവി എന്ന മത്തായിയാണ് യേശു എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു വിളിക്കുന്നത്. അന്നത്തെ യഹൂദ സമൂഹം നികുതി പിരിവുകാരെ റോമാക്കാരുടെ കൂട്ടാളികളായും വലിയ പാപികളുമായാണ് കണ്ടിരുന്നത്. എന്നാൽ യേശുവിന്റെ ഒരു വിളിയിൽ മത്തായി തന്റെ ജോലി ഉപേക്ഷിച്ച് തന്റെ വീട്ടിൽ യേശുവിനെ ഒരു വലിയ വിരുന്നൊരുക്കുകയും ചെയ്തു. പുതിയ നിയമത്തിലെ ആദ്യ സുവിശേഷമായ മത്തായിയുടെ സുവിശേഷം എഴുതിയത് ഇദ്ദേഹമാണ്. യെരുശലേമിലെ സേവനത്തിന് ശേഷം മത്തായി എത്യോപ്യ, പാർഥ്യ, പേർഷ്യ എന്നിവിടങ്ങളിലേക്ക് പോയി. എത്യോപ്യയിൽ വെച്ചാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത്. എത്യോപ്യൻ രാജാവായ ഹിയർടാക്കസ് തന്റെ സഹോദരന്റെ മകളായ എഫീജിനിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അവൾ ഒരു ക്രിസ്ത്യാനിയായി മാറി ദൈവത്തിന് ജീവിതം സമർപ്പിച്ചതായിരുന്നു. രാജാവിന്റെ ഈ അനീതിയെ മത്തായി പരസ്യമായി എതിർത്തു. ഇതിൽ കോപിതനായ രാജാവ് മത്തായിയെ കൊലപ്പെടുത്താൻ ഉത്തരവിട്ടു. ആരാധനയ്ക്കിടയിൽ അൾത്താരയിൽ നിൽക്കുമ്പോൾ പുറകിൽ നിന്ന് രാജാവിന്റെ സൈനികർ വാളുകൊണ്ട് കുത്തിയാണ് മത്തായിയെ കൊലപ്പെടുത്തിയത്. ഇറ്റലിയിലെ സലേർണോ കത്തീഡ്രലിൽ AD 954 മുതൽ മത്തായി അപ്പോസ്തലന്റേത് എന്ന് വിശ്വസിക്കപ്പെടുന്ന തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിട്ടുണ്ട്. കൂടാതെ 1-ാം നൂറ്റാണ്ടിലെ ക്രിസ്തീയ എഴുത്തുകാരനായ പാപ്പിയാസ് സാക്ഷ്യപ്പെടുത്തുന്നത് മത്തായി സുവിശേഷം എബ്രായ അല്ലെങ്കിൽ അരാമിക് ഭാഷയിലാണ് ആദ്യമായി എഴുതിയത് എന്നാണ്. അടുത്തതായി അൽപ്പായുടെ പുത്രനായ യാക്കോബ്. സെബദിയുടെ പുത്രനായ യാക്കോബിൽ നിന്ന് വേർതിരിച്ചറിയാൻ ഇദ്ദേഹത്തെ ചെറിയ യാക്കോബ് എന്ന് വിളിക്കുന്നു. യേശുവിന്റെ മാതാവായ മറിയത്തിന്റെ സഹോദരിയുടെ മകനായിരുന്നു ഇദ്ദേഹം എന്ന് കരുതപ്പെടുന്നു. യെരുശലേമിലെ ആദ്യത്തെ ക്രിസ്തീയ സഭയെ നയിച്ചത് ഈ യാക്കോബായിരുന്നു. കഠിനമായ പ്രാർത്ഥനാ ജീവിതം നയിച്ചിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ മുട്ടുകാൽ ഒട്ടകത്തിന്റെ മുട്ടുപോലെ കടുപ്പമുള്ളതായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു. AD 62 യെരുശലേമിലെ മഹാപുരോഹിതനായ അനാനസ് യാക്കോബിനെ തടവിലാക്കി. യെരുശലേം ദേവാലയത്തിന് മുകളിൽ നിർത്തി യേശുവിനെ തള്ളിപ്പറയാൻ യഹൂദ പ്രമാണികൾ അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ യാക്കോബ് അവിടെ നിന്ന് യേശു ദൈവപുത്രനാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. പ്രകോപിതരായ യഹൂദന്മാർ അദ്ദേഹത്തെ ദേവാലയത്തിന് മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിട്ടു. താഴെ വീണിട്ടും ജീവനുണ്ടായിരുന്ന യാക്കോബിനെ കല്ലെറിയുകയും ഒടുവിൽ ഒരു അലക്കുകാരന്റെ തടികൊണ്ടുള്ള വടിയെടുത്ത് തലക്കടിച്ചു കൊല്ലുകയുമായിരുന്നു. AD 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പ്രശസ്ത യഹൂദ ചരിത്രകാരനായ ഫ്ലാവിയസ് ജോസിഫസ് തന്റെ ആന്റിക്വിറ്റീസ് ഓഫ് ദി ജൂസ് എന്ന പുസ്തകത്തിൽ യാക്കോബിന്റെ കൊലപാതകത്തെ കുറിച്ച് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. മഹാപുരോഹിതനായ അനാനസ് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിന്റെ സഹോദരനായ യാക്കോബിനെ കല്ലെറിഞ്ഞു കൊല്ലാൻ ഏൽപ്പിച്ചു. 10-ാമത്തേത് യൂദാ തദ്ദായി. അന്ത്യ അത്താഴ വേളയിൽ കർത്താവെ, നീ ലോകത്തിനല്ല ഞങ്ങൾക്കത്രേ നിന്നെ വെളിപ്പെടുത്താൻ പോകുന്നതിന്റെ കാരണമെന്ത് എന്ന് യേശുവിനോട് ചോദിച്ച ശിഷ്യനാണ് ഇദ്ദേഹം. യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയോത്തയല്ല, ബൈബിളിലെ ഏറ്റവും ചെറിയ പുസ്തകങ്ങളിലൊന്നായ യൂദായുടെ ലേഖനം എഴുതിയത് ഇദ്ദേഹമാണ്. മെസോപ്പൊട്ടോമിയ, ലിബിയ, തുർക്കി, പേർഷ്യ എന്നീ പ്രദേശങ്ങളിലാണ് യൂദാ ശുശ്രൂഷ ചെയ്തത്. ശീമോൻ എന്ന അപ്പോസ്തലനോടൊപ്പം പേർഷ്യയിൽ സുവിശേഷം പ്രസംഗിക്കുമ്പോഴാണ് യൂദാ അറസ്റ്റിലാകുന്നത്. അവിടുത്തെ പ്രാദേശിക വിഗ്രഹാരാധകർ അദ്ദേഹത്തെ ക്രൂരമായി പീഡിപ്പിച്ചു. ഒടുവിൽ തലവെട്ടിയാണ് ഇദ്ദേഹത്തെ കൊലപ്പെടുത്തിയത്. റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ശീമോൻ അപ്പോസ്തലന്റെ അവശിഷ്ടങ്ങൾക്കൊപ്പം യൂദാസ് ലീഹയുടെയും ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നു. 11-ാമത്തേത് മത്സരക്കാരനായ ശീമോൻ. യേശുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായ ശീമോൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിന് മുൻപ് സീലോട്ടുകൾ എന്ന തീവ്ര യഹൂദ രാഷ്ട്രീയ ഗ്രൂപ്പിലെ അംഗമായിരുന്നു. റോമൻ ഭരണത്തെ ആയുധമെടുത്ത് എതിർക്കണമെന്ന് വിശ്വസിച്ചിരുന്ന വിപ്ലവകാരികളിൽ ഒരാൾ. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയതോടെ ആയുധം താഴെ വെച്ച് സ്നേഹത്തിന്റെ സുവിശേഷകനായി ശീമോൻ മാറി. ഈജിപ്ത്, വടക്കൻ ആഫ്രിക്ക, പേർഷ്യ എന്നിവിടങ്ങളിൽ ഇദ്ദേഹം സുവിശേഷം പ്രസംഗിച്ചു. പേർഷ്യയിൽ വെച്ച് യൂദാസ് ലീഹായോടൊപ്പം ശീമോനും രക്തസാക്ഷിയായി. ശീമോനെ വധിക്കാൻ ഉപയോഗിച്ച രീതി വളരെ ക്രൂരമായിരുന്നു. അദ്ദേഹത്തെ തലകീഴാക്കി കെട്ടിത്തൂക്കിയ ശേഷം ഒരു ഈർച്ചവാൾ ഉപയോഗിച്ച് നടുവെ 2ആയി പിളർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. പേർഷ്യയിൽ യൂദയോടൊപ്പം പ്രവർത്തിച്ച ശീമോന്റെ രക്തസാക്ഷിത്വം അപ്പോക്രിഫൽ ഗ്രന്ഥമായ ആക്ട് ഓഫ് സൈമൺ ആൻഡ് ജൂഡ് എന്ന പുരാതന രേഖയിലാണ് പ്രധാനമായും പരാമർശിക്കുന്നത്. 12-ാമത്തേത് യൂദാസ് കറിയോത്ത.
അപ്പോസ്തലന്മാരുടെ സംഘത്തിലെ ധനകാര്യം കൈകാര്യം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു യൂദാസ്. എന്നാൽ യേശുവിന്റെ അത്ഭുതങ്ങൾ കണ്ണാലെ കണ്ടിട്ടും 30 വെള്ളിക്കാശിന് തന്റെ ഗുരുവിനെ പ്രധാന പുരോഹിതന്മാർക്ക് ഒറ്റുകൊടുക്കാൻ തയ്യാറായി. യൂദാസിന്റെ മരണം മറ്റ് അപ്പോസ്തലന്മാരിൽ നിന്നും വ്യത്യസ്തമായ രക്തസാക്ഷിത്വമല്ല, മറിച്ച് ആത്മഹത്യയായിരുന്നു. മത്തായി 27:5 അനുസരിച്ച് യേശുവിന് വധശിക്ഷ വിധിക്കപ്പെട്ടതുകൊണ്ട് മനസ്സുനൊന്ന് യൂദാസ് ആ വെള്ളിക്കാശ് ദേവാലയത്തിൽ ഇറങ്ങിട്ട് പോയി കെട്ടിത്തൂങ്ങി മരിച്ചു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 1:18 അവൻ തലകീഴായി വീണു, വയർ പിളർന്നു, കുടലെല്ലാം പുറത്തു വന്നു എന്നും പറയുന്നു. കെട്ടിത്തൂങ്ങി മരിച്ച യൂദാസ് മൃതദേഹം കയർ പൊട്ടിയോ മരക്കൊമ്പോടിഞ്ഞോ താഴെയുള്ള പാറക്കെട്ടിലേക്ക് വീണപ്പോഴാണ് വയർ പിളർന്നത് എന്ന് ചരിത്രകാരന്മാർ വ്യക്തമാക്കുന്നു. യെരുശലേമിലെ ഹിന്നോം താഴ്വരയ്ക്ക് സമീപമുള്ള അക്കൽദാമ അഥവാ രക്തത്തിന്റെ നിലം ഇന്ന് യഥാർത്ഥമായ സ്ഥലമായി നിലനിൽക്കുന്നു. യൂദാസ് എറിഞ്ഞുകൊടുത്ത 30 വെള്ളിക്കാശ് കൊണ്ട് പരദേശികളെ അടക്കം ചെയ്യാൻ വാങ്ങിയ ഈ നിലം AD 1-ാം നൂറ്റാണ്ട് മുതലുള്ള ഒരു ശ്മശാന ഭൂമിയായി പുരാവസ്തു ഗവേഷകന്മാർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 13-ാമത്തേത് മത്തിയാസ്. യൂദാസ് കറിയോത്തയുടെ മരണത്തോടെ 12 അപ്പോസ്തലന്മാരുടെ സംഖ്യയിൽ 1 കുറഞ്ഞു. യേശുവിന്റെ മാമോദീസ മുതൽ സ്വർഗാരോഹണം വരെയുള്ള കാര്യങ്ങൾക്ക് സാക്ഷിയായ ഒരാളെ പകരമായി തിരഞ്ഞെടുക്കാൻ അപ്പോസ്തലന്മാർ തീരുമാനിച്ചു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 1-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ജോസഫ്, ബർണബാസ്, മത്തിയാസ് എന്നിവരിൽ നിന്ന് പ്രാർത്ഥിച്ച് ചീട്ടിട്ടപ്പോൾ മത്തിയാസിന് ചീട്ട് വീഴുകയും അദ്ദേഹം അപ്പോസ്തലനായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. മത്തിയാസ് കപ്പദോക്യയിലും, അതായത് ഇന്നത്തെ തുർക്കി, കാസ്പിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലും സുവിശേഷം അറിയിച്ചു. യഹൂദയിൽ വെച്ച് യഹൂദന്മാർ മത്തിയാസിനെ കല്ലെറിയുകയും തുടർന്ന് ഒരു റോമൻ സൈനികൻ കോടാലുകൊണ്ട് തലവെട്ടി കൊല്ലുകയും ചെയ്തു എന്നതാണ് പ്രധാന ചരിത്രം. ജർമ്മനിയിലെ ട്രയൽ നഗരത്തിലുള്ള സെന്റ് മത്തിയാസ് അബേ എന്ന ചരിത്ര പ്രസിദ്ധമായ ദേവാലയത്തിലാണ് മത്തിയാസിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. ആൽസ് പർവ്വതനിരകൾക്ക് വടക്കു ഭാഗത്ത് അടക്കം ചെയ്യപ്പെട്ടിട്ടുള്ള ഏക അപ്പോസ്തലനാണ് മത്തിയാസ്. 14-ാമത്തേത് ബർണബാസ്. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്രമുഖ വ്യക്തിത്വമാണ് ബർണബാസ്. യേശു അയച്ച 70 ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ബർണബാസ് ഉണ്ടായിരുന്നു എന്ന് സഭാ ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തുന്നു. ബൈബിളിൽ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ 14:14 ബർണബാസും പൗലോസും എന്ന അപ്പോസ്തലന്മാർ എന്ന് ഇദ്ദേഹത്തെ നേരിട്ട് അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ആശ്വാസത്തിന്റെ മകൻ എന്നറിയപ്പെടുന്ന ബർണബാസ് പൗലോസിനെ യെരുശലേമിലെ അപ്പോസ്തലന്മാരുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരികയും പൗലോസിനോടൊപ്പം സുവിശേഷ യാത്ര നടത്തുകയും ചെയ്ത വ്യക്തിയാണ്. തന്റെ ജന്മദേശമായ സൈപ്രസ് ദ്വീപിൽ വെച്ച് സുവിശേഷം പ്രസംഗിച്ചതിന്റെ പേരിൽ AD 61 ഇദ്ദേഹത്തെ കല്ലെറിഞ്ഞു കൊലപ്പെടുത്തുകയായിരുന്നു. സൈപ്രസിലെ സലാമീസിന് സമീപത്തുള്ള സെന്റ് ബർണബാസ് മൊണാസ്റ്ററിയിൽ AD 478 ബർണബാസിന്റെ കല്ലറ കണ്ടെത്തുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച നിലയിൽ മത്തായിയുടെ സുവിശേഷത്തിന്റെ പുരാതന കയ്യെഴുത്തു പ്രതിയും ഇതിനോടൊപ്പം ലഭിച്ചിരുന്നു. 15-ാമത്തേത് പൗലോസ് ലിഹ. താർസീസുകാരനായ ശൗൽ അഥവാ പൗലോസ് ഗമാലിയൽ എന്ന പണ്ഡിതന്റെ കീഴിൽ യഹൂദ നിയമം പഠിച്ച പരീശനായിരുന്നു. ആദ്യകാലത്ത് ക്രിസ്ത്യാനികളെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന വ്യക്തി. എന്നാൽ ദമാസ്കസിലേക്കുള്ള വഴിയിൽ വെച്ച് ഉദിതനായ യേശു ക്രിസ്തു അദ്ദേഹത്തിന് ദർശനം നൽകിയതോടെ പൗലോസ് മാനസാന്തരപ്പെട്ടു. പുറം ജാതിക്കാരുടെ അപ്പോസ്തലനായി മാറിയ പൗലോസ് റോമൻ സാമ്രാജ്യത്തിനുടനീളം സുവിശേഷ യാത്രകൾ നടത്തി സഭകൾ സ്ഥാപിച്ചു. പുതിയ നിയമത്തിലെ 13 ലേഖനങ്ങളും പൗലോസ് എഴുതിയതാണ്. AD 67 നീറോ ചക്രവർത്തിയുടെ പീഡനകാലത്ത് പൗലോസ് റോമിൽ വെച്ച് അറസ്റ്റിലായി. പൗലോസ് ഒരു റോമൻ പൗരനായതുകൊണ്ട് അദ്ദേഹത്തെ ക്രൂശിലേറ്റാൻ അനുവാദമില്ലായിരുന്നു. അതിനാൽ പൗലോസിന്റെ തല വെട്ടിമാറ്റിയാണ് രക്തസാക്ഷിയാക്കിയത്. റോമിലെ സെന്റ് പോൾ ഔട്ട്സൈഡ് ദി വാൾസ് ബസിലിക്കയുടെ പ്രധാന അൾത്താരയ്ക്ക് താഴെ AD 2006 ഒരു കൽഭരണി കണ്ടെത്തുകയും അതിൽ പൗലോ അപ്പോസ്തലോ മാർട്ട് അപ്പോസ്തലന്മാരുടെ രക്തസാക്ഷിയുമായ പൗലോസ് എന്ന് കൊത്തിവെച്ചിരിക്കുന്നത് കാണുകയും ചെയ്തു. 2009 ബെനഡിക്ട് 16 മാർപ്പാപ്പ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇതിനുള്ളിലെ അസ്ഥികൂട അവശിഷ്ടങ്ങൾ കാർബൺ ഡേറ്റിംഗിന് വിധേയമാക്കിയപ്പോൾ അത് AD 1 അല്ലെങ്കിൽ 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വ്യക്തിയുടേതാണെന്ന് ശാസ്ത്രീയമായി തെളിഞ്ഞു. യോഹന്നാൻ ഒഴികെയുള്ള അപ്പോസ്തലന്മാർ സ്വന്തം ജീവൻ കൊടുത്താണ് തങ്ങൾ കണ്ടതും കേട്ടതുമായ സത്യങ്ങൾ സാക്ഷ്യം വഹിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയ ഇവർ കുരിശിലേറ്റപ്പെട്ടും തലവറക്കപ്പെട്ടും ഈർച്ചവാൾ കൊണ്ട് പിളർക്കപ്പെട്ടും മരിച്ചപ്പോഴും തങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് ഒരടി പോലും പിന്നോട്ട് പോയില്ല. ഈ ദേവദാസന്മാരുടെ വലിയ ത്യാഗത്തെ നമുക്ക് ഓർക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ആമേൻ.